കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുന്ന ചെറുകിട സംരംഭകരെ കണ്ടെത്താനായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സൂക്ഷ്മ ചെറുകിട വ്യവസായ വകുപ്പ് ഓഗസ്റ്റ് 4-5 തീയതികളിലായി പാലക്കാട് വെണ്ടർ പ്രോഗ്രാം സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും, ഫണ്ട് ലഭ്യത, ബിസിനസ് അവസരങ്ങൾ, കുടിശ്ശിക നിവാരണം തുടങ്ങിയ കാര്യങ്ങളിൽ വെണ്ടർ പ്രോഗ്രാമിൽ അവബോധം സൃഷ്ടിക്കുമെന്ന് MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസർ മാർട്ടിൻ പി ചാക്കോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MSMEയുടെ ടാർഗറ്റ് ഏകദേശം അവര് ഒരു 2016 മുതലാണ് 15 മുതലാണ് ഇത് കുറച്ചുകൂടി ആക്റ്റീവ് ആയത്. അന്ന് മുതൽ അവർക്ക് 2-3 വർഷത്തിനാണ് MSMEകളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ SC/STയുടെ ടാർഗറ്റ് ഇപ്പോഴും 1% അടുത്ത് നിൽക്കുന്നത്. വിമൺ ടാർഗറ്റും അതുപോലെ തന്നെ SC/STയുടെ ടാർഗറ്റും. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ MSMEകളുടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനങ്ങളോടും MSME മിനിസ്ട്രിയുടെ ഫീൽഡിലുള്ള ലെവലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് MSME DFO, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശ്ശൂർ. അതാണ് സ്റ്റേറ്റിൻ്റെ ഫീൽഡ് ഓഫീസ് MSME, മിനിസ്ട്രി ഓഫ് MSME. അവരോടുമായിട്ട് വെണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. ജനറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വേണം. പിന്നെ SC/STക്ക് വേണ്ടി മാത്രം, വിമൺ SC/STക്ക് വേണ്ടി മാത്രം അത് കൂടുതലും അതിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് SC/ST ഹബ്ബ് എന്നും പറഞ്ഞുകൊണ്ട് NSIC ഉണ്ട്, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അത് മിനിസ്ട്രിയുടെ ഒരു കോർപ്പറേഷനാണ്, കൊച്ചിയിലാണ് അവരുടെ ഓഫീസ്. അവരെയാണ് SC/ST ഹബ്ബ് എന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്കാണ് ഈ SC/STയുടെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ 25% സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങണമെന്ന കേന്ദ്ര നിയമം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന ഒന്നാണ്. പട്ടികജാതി വിഭാഗം നേതൃത്വം നൽകുന്ന വ്യവസായങ്ങൾക്ക് 4%, വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 3% അധിക സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന്റെ 25% എന്നത് പൂർത്തീകരിക്കാനായെങ്കിലും SC വിഭാഗത്തിന്റെയും വനിതാ വിഭാഗത്തിന്റെയും ടാർഗറ്റ് പൂർത്തീകരിക്കാനായിട്ടില്ല. ഈ വിഭാഗത്തെ MSME മേഖലയിലേക്ക് എത്തിക്കുന്നതിനുകൂടിയാണ് വെണ്ടർ പ്രോഗ്രാം നടത്തുന്നത്. ബെമൽ, റെയിൽവേ, ഗെയിൽ, ISRO, BPCL, കെൽ ഉൾപ്പെടെ 30ഓളം സ്ഥാപനങ്ങൾ വെണ്ടർ പ്രോഗ്രാമിന്റെ ഭാഗമാകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രോഗ്രാമിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നയങ്ങൾ അവതരിപ്പിക്കും. ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന പ്രോഗ്രാമിൽ നിരവധി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ലഘു ഉദ്യോഗ് ഭാരതി, MSME, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് വെണ്ടർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്നും മാർട്ടിൻ ചാക്കോ പറഞ്ഞു. ലഘു ഉദ്യോഗ് ഭാരതി ജില്ലാ പ്രസിഡന്റ് KP മോഹൻരാജ്, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് S മേനോൻ, ട്രഷറർ പ്രശാന്ത്, സോമി ജോർജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.